Hello friends, welcome back to Star Live Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയൽമിയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇന്ന് ലോഞ്ച് ചെയ്ത Realme X3 എന്ന ഡിവൈസ് ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. റിവ്യൂലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നമുക്ക് Realme X3 എന്ന ഡിവൈസിന്റെ ഒഫീഷ്യൽ ഇമേജസ് ഒന്നും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ലഭിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ Realme X3 സൂപ്പർ സൂം എന്ന ഡിവൈസിന്റെ ഇമേജസ് ആണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസ്പ്ലേയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിവൈസിൽ നമുക്ക് 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്കൊരു IPS LCD പാനലാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പിന്നെ നമുക്കൊരു ഡുവൽ പഞ്ച് സെൽഫി ക്യാമറാസ് ആണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് 90.5% ആണ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ ഒരു റിഫ്രഷ് റേറ്റും നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓവറോൾ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 202 ഗ്രാംസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് Qualcomm Snapdragon 855+ എന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ Adreno 640 ആണ് ഈ ഒരു ഡിവൈസിന്റെ GPU. പിന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് നമുക്ക് രണ്ട് വേരിയൻസിലാണ് വരുന്നത്. ബേസ് വേരിയന്റ് വരുന്നത് 6GB റാം 128GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. പിന്നെ ടോപ്പ് വേരിയന്റ് വരുന്നത് 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് UFS 3.0 സ്റ്റോറേജ് ടൈപ്പ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് റിയർ സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൈമറി സെൻസർ സാംസങ്ങിന്റെ GW1 64 മെഗാ പിക്സൽ ആണ് വരുന്നത്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ നമുക്ക് 12 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം 20x വരെ ഡിജിറ്റൽ സൂം നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. റിയൽമി ഇപ്രാവശ്യം ക്യാമറയിൽ പുതിയ നൈറ്റ് സ്കേപ്പ് മോഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഡുവൽ സെൽഫി ക്യാമറാസ് ആണ്. പ്രൈമറി സെൻസർ 16 മെഗാ പിക്സൽ ആണ്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. സോണിയുടെ IMX471 എന്ന സെൻസർ ആണ് വരുന്നത്. പിന്നെ ഒരു 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് കൂടി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 4200 mAh ബാറ്ററിയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഒപ്പം നമുക്ക് 30 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 55 മിനിറ്റ് കൊണ്ട് തന്നെ ഫുള്ളി ചാർജ് ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ USB Type-C പോർട്ടാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സിസ്റ്റം നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ആർട്ടിക് വൈറ്റ് അതുപോലെ തന്നെ ഗ്ലേഷ്യർ ബ്ലൂ എന്നീ രണ്ട് കളേഴ്സിലാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Realme X3 എന്ന ഡിവൈസിന്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ഡിവൈസിന്റെ പ്രൈസും അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിന്റെ സെയിൽ എന്നാണ് നടക്കാൻ പോകുന്നത് എന്നുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബേസ് വേരിയന്റ് ആയ 6GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജിന്റെ പ്രൈസ് വരുന്നത് 24,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം 128GB സ്റ്റോറേജിന്റെ പ്രൈസ് വരുന്നത് 25,999 രൂപയുമാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് ഫ്ലിപ്കാർട്ടിലൂടെയും അതുപോലെ തന്നെ റിയൽമിയുടെ വെബ്സൈറ്റിലൂടെയുമാണ്. ഈ വരുന്ന ജൂൺ 30 ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും ഈ ഒരു ഡിവൈസിന്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Realme X3 എന്ന ഡിവൈസിന്റെ ഓവറോൾ റിവ്യൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.